ഈ വരുന്ന ഓൾ സീസണിൽ വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സെക്ടറാണ് RWA അഥവാ റിയൽ വേൾഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഗവൺമെൻറ് ബോൺസ് സെക്യൂരിറ്റൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിനെ ബ്ലോക്ക് ചെയിനിലേക്ക് സെക്യൂരിറ്റൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ഫോക്കസ്. പക്ഷേ RWA ഈസ് എ മച്ച് ബിഗർ സെക്ടർ. പ്രധാനമായും RWA എന്ന് പറയുന്നത് 7 ഡിഫറെൻറ്റ് സെക്ടറിലായി പരന്നു കിടക്കുന്ന ഒരു വലിയ ഒരു സെക്ടറാണ്. അതിൽ നിന്നും ഏറ്റവും നല്ല 13 ഡിഫറെൻറ്റ് പ്രൊജക്റ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പല റേഞ്ചിലുള്ള പ്രൊജക്റ്റുകളുണ്ട്. കുറേയൊക്കെ വളരെ സ്റ്റേബിളായി 1-2 ബുൾ റൺ കഴിഞ്ഞ പ്രൊജക്റ്റുകളാണ്. ചിലത് ഇപ്രാവശ്യം വന്നിട്ടുള്ള പുതിയ ഐഡിയ ആയിട്ട് വന്നിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. ബട്ട് ഡെഫിനറ്റ്ലി ഈ 13 എണ്ണവും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ മസ്റ്റ് ആണ്. ഓൾ സീസൺ 2025 RWA സെക്ടറിലുള്ള പ്രധാനപ്പെട്ട 13 ടോക്കൺസ് ഏതൊക്കെയാണെന്ന് അറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻടു ദി വീഡിയോ അലോങ് വിത്ത് മീ ഫെബിൻ ആൻഡ്രൂസ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. കോയിനുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഓവർവ്യൂ. RWA നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഏകദേശം 7 ഡിഫറെൻറ്റ് സെക്ടറിലേക്കായിട്ടാണ് പരന്നു കിടക്കുന്നത്. ആദ്യം ആ സെക്ടറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തത് സപ്ലൈ ചെയിൻ. ഇത് 2017 എൻഡ് തൊട്ടേ ഉള്ള ഒരു നരേറ്റീവാണ്. പക്ഷേ ആസ് ടൈം ഗോസ് ബൈ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൂടി വരികയും ഇതിലേക്കുള്ള പ്രൊജക്റ്റുകൾ കൂടിക്കൂടി വരികയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു നരേറ്റീവാണ് സപ്ലൈ ചെയിൻ വിച്ച് കംസ് അണ്ടർ RWA. രണ്ടാമത്തതാണ് പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ്. നമുക്കറിയാം ബ്ലോക്ക് ചെയിൻ്റെ പ്രധാന വാല്യൂ പ്രൊപ്പോസിഷൻ തന്നെ ക്രോസ് ബോർഡർ പേയ്മെൻറ്റും അല്ലെങ്കിൽ ബാങ്ക്ഡ് അൺബാങ്ക്ഡ് എന്നൊക്കെയാണ്. ആ നരേറ്റീവിൽ വളരെയധികം കയറി വരുന്ന പ്രൊജക്റ്റുകളാണ് പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. അതും RWAയുടെ അടിയിൽ വരുന്നതാണ്. മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് ടോക്കണൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന ബോൺസും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ടോക്കണൈസ് ചെയ്യുക. ഈ നരേറ്റീവാണ് RWAക്ക് ഇത്രയധികം പുഷ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഈ സെക്ടറിലുള്ള പ്രൊജക്റ്റുകൾ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഫോർ us. പിന്നെ എനർജി എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. എസ്പെഷ്യലി ബിറ്റ്കോയിൻ മൈനിങ് ഒരുപാട് എനർജി വേസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുകയും അതിൽ ഗ്രീൻ എനർജി, റിന്യൂവബിൾ എനർജി ഉപയോഗിക്കണം എന്ന് പറയുന്നുള്ള ടൈപ്പ് ഓഫ് നോയ്സസ് ഒക്കെ ഇവോൾവ് ആയി വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കണം. വരുന്നത് അതായത് സെക്യൂരിറ്റീസ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു സെക്ടറാണ് റിയൽ എസ്റ്റേറ്റ്. ഡെഫിനറ്റ്ലി വേറൊന്നുമല്ല, എനിബഡി ക്യാൻ ബൈ പ്രോപ്പർട്ടി എനിവെയർ ഇൻ ദ വേൾഡ് യൂസിങ് ടോക്കൺസ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന RWA പ്രൊജക്റ്റുകളാണ് റിയൽ എസ്റ്റേറ്റ് സെഗ്മെന്റിൽ RWAയുടെ അടിയിൽ വരുന്നത്. പിന്നെ വരുന്നത് ഈൽഡ് ഫിനാൻസ്. അതായത് നമ്മുടെ പഴയ DeFiയുടെ ഒരു എൻഹാൻസ്ഡ് വേർഷനാണ് ഈൽഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പ്രൊജക്റ്റുകളും RWAയുടെ നരേറ്റീവിന്റെ ഭാഗമായി വരുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ഒരു സെഗ്മെന്റ് ആണ് റെന്റൽ ഈൽഡ്. അതായത് നമുക്ക് വേണ്ടി നമ്മുടെ ഫണ്ട് ഒരു കമ്പനി ഏതെങ്കിലുമൊക്കെ റിയൽ വേൾഡ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നുള്ള റിട്ടേൺസ് എടുക്കുന്നത്. ഇത് വളരെ 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 എക്സ്ട്രീം ന്യൂ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്, നോട്ട് എസ്റ്റാബ്ലിഷ്ഡ്. സോ എക്സ്ട്രീം റിസ്ക് എക്സ്ട്രീം കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. ഇനി നമുക്ക് ഇതിൽപ്പെട്ട പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൊജക്റ്റുകൾ നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നമുക്ക് വളരെ കിഡിലായിട്ട് നടക്കുന്ന ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അവിടെയാണ് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റവും ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഏറ്റവും ആദ്യം പ്രൊജക്റ്റുകൾ മെൻഷൻ ചെയ്യുന്നത് നോക്കി ട്രാക്ക് ചെയ്താലാണ് വി ഗെറ്റ് ഇൻസൈൻ ഗെയിംസ്. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക ആൻഡ് ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ന്യൂ കോയിൻസ്. അവിടെ ഇതിനു മുമ്പ് നടന്ന ചെറിയ ബുൾ റണ്ണിൽ ഈവൻ 20x, 30x, അപ് ടു 40x വരെ കൊടുത്ത കോയിനുകൾ വി ഹാവ് കോൾഡ് ഔട്ട് സക്സസ്ഫുള്ളി. അതുകൊണ്ട് അത്തരം ഇൻഫർമേഷൻ കിട്ടുന്നതിനായി ഒട്ടും സമയം കളയാതെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഒന്നാമത്തെ സെക്ടർ സപ്ലൈ ചെയിൻ. അതിൽ വരുന്ന 2 പ്രധാനപ്പെട്ട RWA ടോക്കൺസ് ആണ് ബോസൺ പ്രോട്ടോക്കോളും വെറ്റും. വെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ചെയിൻ, ബോസൺ പ്രോട്ടോക്കോൾ ഈസ് ബോസൺ. അതാണ് അതിൻ്റെ ടോക്കൺ ID. ബോസൺ എന്ന് പറയുന്നത് 2021 ബുൾ റൺ എൻഡിൽ വന്നിട്ടുള്ള ഒരു പുതിയ ഇതാണ്. ബട്ട് ദേ വർ ഡെവലപ്പിംഗ് ഹാർഡ് ഫോർ ദ ലാസ്റ്റ് 4 years ഓഫ് പെയർ മാർക്കറ്റ്. വി ചെയിൻ എന്ന് പറയുന്നത് അതിന് മുൻപ് 2017-18 വന്നിട്ടുള്ളതാണ്. ഒരു ആപ്ലിക്കേഷനായി തുടങ്ങി, പക്ഷേ അവർ ഇൻഡിപെൻഡൻറ്റ് ചെയിനിലേക്ക് മാറി
ഒരുപാട് പാർട്ട്ണർഷിപ്പ് ഒക്കെ ഓൾറെഡി ഉള്ള വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് VeChain. ഈവൻ വാൾമാർട്ടിന്റെ ട്രാക്കിങ്ങും ലൂയി വിറ്റന്റെ ഒറിജിനാലിറ്റി, അതായത് ലൂയി വിറ്റിനൊക്കെയാണ് ഏറ്റവും അധികം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുള്ളത്. അവരുടെ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ഓതൻറ്റിസിറ്റിയൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഓൾറെഡി ദേ ഹാവ് മെയ്ഡ് എ ഡീൽ വിത്ത് ദം. അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് റിയൽ വേൾഡിൽ ഇംപ്ലിമെൻറ്റേഷൻ വരുന്ന പ്രൊജക്റ്റുകളാണ് ബോഷനും VeChainനും, വിച്ച് കംസ് അണ്ടർ സപ്ലൈ ചെയിൻ. രണ്ടാമത്തെ സെഗ്മെൻ്റാണ് റിയൽ വേൾഡ് പേയ്മെൻറ്റ് എന്നുള്ളത്. അതിൽ നമ്മൾ വളരെ പോപ്പുലറായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് XRP എന്നുള്ളത്. വളരെ പണ്ട് തൊട്ട്, ഏകദേശം 2014-15 തൊട്ട് തന്നെ ഉള്ള ഒരു പോയിന്റാണ്. ബട്ട് XRP എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ആൻഡ് ഇറ്റ് ടേക്സ് വെരി വെരി ലോങ് ടൈം. പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള 2 പ്രൊജക്റ്റുകളാണ്. അതിലൊന്ന് RSR എന്നുള്ളതാണ്, അതായത് റിസർവ് പ്രോട്ടോകോൾ. ഇതിൻ്റെ പ്രത്യേകത ഇലോൺ മസ്ക് അടക്കമുള്ള പേപ്പാൽ മാഫിയയിലെ 4 പേർ ചേർന്ന് തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണിത്. ഓക്കെ, വെനിസുലയിലെ ഇൻഫ്ലേഷനൊക്കെ തടയാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓൾറെഡി ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. വി എക്സ്പെക്ട് എ ഗുഡ് റിട്ടേൺ. രണ്ടാമത്തെ പ്രൊജക്റ്റ് പാർട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അത് ക്വാണ്ട് നെറ്റ്വർക്ക് എന്ന് പറയും. രണ്ടാമത്തെ പ്രൊജക്റ്റ് ക്വാണ്ട് നെറ്റ്വർക്കാണ്. അത് ഇന്റർ ബാങ്കിങ്ങിൻ്റെ ഇടയിൽ വരുന്ന ഒരു ലെവലാണ്. റീറ്റെയിലേഴ്സിന് ഡയറക്റ്റ് ആക്സസ് ഇല്ലെങ്കിലും ഇറ്റ് ഹെൽപ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എ ലോട്ട്. മൂന്നാമത്തെ നെറേറ്റീവാണ് ടോക്കണൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ്. ഇതാണ് വളരെയധികം RWA ഹൈപ്പ് കൊടുക്കുന്ന ഒരു കാര്യം. കാരണം ഗവൺമെന്റ് ബോണ്ട്സ് ടോക്കണൈസ് ചെയ്ത് ബ്ലോക്ക് ചെയിൻസിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ആൻഡ് മെനി ഇൻവെസ്റ്റ്മെന്റ് ഫേംസ് ഓൾറെഡി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഇറ്റ്. അത്തരത്തിലുള്ള ചില പ്രൊജക്റ്റുകളാണ് ഈ സെഗ്മെന്റിൽ വരുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനമായും ഞാൻ കാണുന്നത് ഓണ്ടോ എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ്. വേറൊന്നും കൊണ്ടല്ല, ട്രംപ് നടത്തിയ ക്രിപ്റ്റോ മീറ്റപ്പിൽ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രോട്ടോക്കോളുകളിൽ ഒന്നാണ് ഓണ്ടോ പ്രോട്ടോക്കോൾ. സോ ഐ തിങ്ക് ഓണ്ടോ ഹാസ് എ വെരി ഗുഡ് ചാൻസ് ഓഫ് ഗുഡ് റിട്ടേൺ. അതേ കാറ്റഗറിയിൽ തന്നെ വരുന്ന മറ്റൊരു പ്രൊജക്റ്റാണ് സെൻട്രിഫ്യൂജ്. സെൻട്രിഫ്യൂജിന്റെ പ്രത്യേകത, ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ പോലുള്ള വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഫേംസ് they have contracted with them to do the same process. So big people are eyeing on centrifuge. അടുത്തതായി ഈ സെഗ്മെന്റിൽ വരുന്ന നരേറ്റീവാണ് എനർജി സെക്ടർ. എനർജി സെക്ടറിൽ മൈ ഫേവറേറ്റ് കോയിൻ ഈസ് EWT, എനർജി വെബ് ചെയിൻ. ഈ സെക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോക്കണാണ് EWT. ഇത് വേറൊന്നും കൊണ്ടല്ല, ഓരോ ബിറ്റ് കോയിൻ മൈനിങ് ഫാമിലിക്കും വരുന്ന എനർജി എത്രത്തോളം ഗ്രീൻ എനർജി ആണ് എന്ന് ട്രാക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊജക്റ്റാണ് EWT. സോ അതുകൊണ്ട് തന്നെ മൈനിങ് ഫാംസുകൾക്ക് ETF അപ്രൂവൽ കിട്ടണമെങ്കിൽ ദേ ഹാവ് ടു ബി മിനിമം 51% ഗ്രീൻ എനർജി എന്ന റൂൾ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ദേ ഹാവ് ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ് ആൻഡ് ദാറ്റ്സ് എ വെരി ഗുഡ് യൂസ് കേസ് ഫോർ ദം. പക്ഷേ ഈ ടീം നോട്ട് അറ്റ് ഓൾ ബോതർഡ് അബൌട്ട് മാർക്കറ്റിംഗ്. സോ ഹൈപ്പ് എത്രത്തോളം വരുന്ന അറിയില്ല, ബട്ട് ഫണ്ടമെന്റലി ഇറ്റ്സ് എ വെരി സ്ട്രോങ് പ്രൊജക്ട് ആൻഡ് ദ ലീഡിംഗ് വൺ ഇൻ ദിസ് സെക്ടർ. അടുത്ത സെക്ടറാണ് റിയൽ എസ്റ്റേറ്റ്. ഇതും RWAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ നരേറ്റീവായിട്ട് പറയുന്നുണ്ട്. കാരണം ഇന്ന് ലോകത്ത് ഒരാൾക്കും വേറൊരു സ്ഥലത്തുള്ള പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പറ്റില്ല. അഥവാ ഒരു വീട് മേടിക്കുന്നത് തന്നെ മൊത്തം പുള്ളി മേടിക്കണം. പക്ഷേ ഇവിടെയാണ് ബ്ലോക്ക് ചെയിൻ RWAയുടെ ഒരു ടോക്കണൈസേഷൻ മോഡലുമായിട്ട് വരുന്നത്. അതായത് പാർഷ്യൽ ഓണർഷിപ്പ് ഓഫ് എ ഹൗസ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ്. ഒരു വലിയ ഫാം മേടിക്കണമെങ്കിൽ കുറേ പേർക്ക് പൂൾ ചെയ്ത് മണിയെടുത്ത് അത് മേടിച്ച ശേഷം അതിനെ ഡിജിറ്റലി സെക്യൂരിറ്റൈസ് ചെയ്ത് പാർഷ്യൽ ഓണർഷിപ്പ് എടുക്കാം. അതായത് ഇപ്പോൾ 100 രൂപയുടെ ഒരു പ്രോപ്പർട്ടി 100 ടോക്കൺ ആക്കിയാൽ ഒരു ടോക്കൺ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് 1% ഷെയർ. വെരി സിമ്പിൾ കൺസെപ്റ്റ്, ബട്ട് ദർ ആർ ഫേംസ് ആക്ച്വലി വർക്കിംഗ് ഓൺ ഗ്രൗണ്ട് ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ്. അത്തരത്തിലുള്ള 2 പ്രൊജക്റ്റുകളാണ് പ്രോപ്സും റിയാലിയോയും. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. RWA ഒരു ഗുഡ് നരേറ്റീവ് ആയതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് സെഗ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദീസ് 2 പ്രൊജക്ട് ഐ തിങ്ക് ഹാവ് എ ഗുഡ് ചാൻസ്. അടുത്ത സെക്ടറാണ് റിയൽ ഈൽഡ്. ഇത് ബേസിക്കലി നമ്മുടെ DeFiയുടെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ്. DeFi എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ് എന്ന് പറയുന്നത്. പക്ഷേ അതിന് ടോക്കൺ എമിഷനും അങ്ങനെ ഫാമിങ്ങും സ്റ്റേക്കിങ്ങും അങ്ങനത്തെ മോഡലൊക്കെ വരുമ്പോൾ ഹിയർ ദേ ഹാവ് സം റിയൽ ഈൽഡ്. അവിടെയാണ് ഈൽഡ് ഫിനാൻസിങ് ഡിഫറെൻ്റ് ആകുന്നത്. ഈ സെക്ടറിലെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ് മേപ്പിൾ ഫിനാൻസും പെൻഡിലും. ഇത് രണ്ടും റിയൽ ഈൽഡിൽ വളരെയധികം ഇമ്പോർട്ടൻസ് തരുന്ന 2 പ്രൊജക്റ്റുകളാണ്. അടുത്ത സെക്ടറാണ് RWAയിലെ ഏറ്റവും ഹൈ റിട്ടേൺസ് തരുന്ന 2 പ്രൊജക്റ്റുകൾ. ഇത് എക്സ്ട്രീം റിവാർഡ് എക്സ്ട്രീം റിസ്ക് കാറ്റഗറിയിൽപ്പെട്ടതാണ്. സോ ഡു യുവർ ഓൺ റിസർച്ച് ആൻഡ് മാനേജ് യുവർ റിസ്ക് അക്കോർഡിംഗ്ലി. ഈ 2 പ്രൊജക്റ്റുകളാണ് ഓഷനും റെൻഡബിളും. ഓക്കെ, കോയിൻ മാർക്കറ്റ് ക്യാമ്പിന്റെ റാങ്കിങ്ങിൽ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന പ്രൊജക്റ്റുകളാണ്. ദേ ആർ നോട്ട് ഈവൺ ഇൻ ദ മെയിൻ സ്ട്രീം. അതിൻ്റെ പ്രത്യേകത,
ഓഷൻ OSEAN എന്ന് പറയുന്നത് ഒരു ബോട്ട് റെന്റൽ കമ്പനിയാണ്. സോ അവർ നമ്മുടെ കയ്യിൽ നിന്ന് ടോക്കൺ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ബോട്ട് മേടിച്ച് ദേ ഗിവ് ഇറ്റ് ഇസ് റെന്റൽ ഇൻ മിയാമി ഏരിയ. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ദേ ഷെയർ ഇറ്റ് വിത്ത് ദ ഹോൾഡേഴ്സ്. ആ ഒരു മോഡലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെന്റബിൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അവർക്ക് ഒരു ഹോട്ടൽ റെന്റിന് എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റെന്റൽ, ഹോട്ടൽ റെന്റൽ സംവെയർ ഇൻ ലാസ് വേഗാസ് ദേ ആർ ട്രൈയിങ്, ആ റെന്റൽ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുന്ന പ്രൊജക്റ്റാണ് റെന്റബിൾ. ഈ രണ്ട് പ്രൊജക്റ്റും ഹൈ റിസ്ക് ആണ്. റെഗുലേഷൻസ് സ്റ്റിൽ unclear about this area. So do your research properly and take the risk. But I feel when RWA sector booms, the risk is worth it. അങ്ങനെ RWA സെക്ടറിലെ ഒരു കിഡിലോസ്കി ആയിട്ടുള്ള 13 പ്രൊജക്ടുകളെ കുറിച്ച് നമ്മൾ വളരെയധികം പെട്ടെന്ന് മെൻഷൻ ചെയ്തു കഴിഞ്ഞു. RWA സെക്ടറിൽപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് പ്രൊജക്ട് ഏതാണ്? പ്ലീസ് മെൻഷൻ ഇൻ ദ കമന്റ് ബിലോ ആൻഡ് വി വുഡ് ലൈക്ക് ടു ഹിയർ ഫ്രം യു. പുതിയ അനാലിസിസും പുതിയ ടോപ്പിക്കുകളും പുതിയ കണ്ടന്റും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കിഡിലോസ്കി കോയിൻസുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.